നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതാ. ഝാൻസി റാണി യുദ്ധകളത്തിൽ വെട്ടേറ്റ് വീണപ്പോ ചൊല്ലിയത് ഈ മന്ത്രാണത്രേ. എന്താണ്? പീരങ്കിപ്പടയ്ക്ക് മുമ്പിൽ, തോക്കുകൾക്ക് മുമ്പിൽ വെറും ഒരു വാളായിട്ടൊരു സ്ത്രീക്ക് ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അതെന്തിന്റെ കഴിവാ? ഗീത പഠിച്ചതിന്റെ മഹത്വ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ 2 മണിക്കൂറല്ല 4 മണിക്കൂറും പറ്റും എന്നത് എന്ത് വിശ്വാസ? ഗീതാ ശ്ലോകങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങിയതിന്റെ കഴിവാ, അല്ലാതെ എൻ്റെ മഹത്വമൊന്നും അല്ല. ആ ഭഗവാന്റെ ഒരൊറ്റ ശാസ്ത്രം, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഒരേ ഒരു ശാസ്ത്രമാണ് ദേവകീപുത്രനായ കൃഷ്ണൻ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതാണ് ഗീത, ഭഗവത്ഗീത, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. അതങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇനി 6-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ശത്രുവും മിത്രവും ഒക്കെ നീ തന്നെയാണ്, വേറെ ആരും അല്ല. അങ്ങനെ പോയി 18-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ വലിയ ഒരു ഉപദേശ. നിങ്ങളൊക്കെ ഒരുപാട് കാലമായില്ലേ ഇതിൻ്റെയൊക്കെ പിറകെ ഓടണു, എന്നിട്ട് എന്തേണ്ടായി? ഓരോ മാസത്തെയും ബാലൻസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ഒരു ലോണാവും, കടാവും ഇല്ലേ? ഒരസുഖം വന്നാൽ നമ്മളെ ബാങ്ക് ബാലൻസ് ഒക്കെ പോയില്ലേ? എത്രയേ ഉള്ളൂ. അപ്പൊ എന്താ പറയുന്നതെന്നറിയോ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. ഹേ അർജുന, സർവധർമാൻ പരിത്യജ്യ, നമ്മളോടാ പറയണേ, നമ്മളാ അർജുനന്മാർ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എങ്ങനെ കാണാമ്പോഴും ഇങ്ങോട്ട് വന്നിരുന്നോളൂ. 32 ദിവസം ഇവിടെ പ്രഭാഷണം ഉണ്ട്. എന്നിട്ടോ മാമേകം ശരണം വ്രജ. വെറുതെ ഇവിടെ വന്നിരുന്നാ പോരാ. ആരെ ആശ്രയിക്കണം? ഭഗവതിയെ ആശ്രയിക്കുക. ഹേ ദുർഗേ, ഞാനിതാ വന്നിരിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ച്. നമസ്കാരത്തിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. ഇനി 10 പ്രഭാഷണം കേൾക്കട്ടെ. ഭഗവതി വന്ന് പറഞ്ഞു തരില്ലല്ലോ. ഭഗവതിയുടെ ഒരു പ്രവാചകനെ പോലെ ഒരു ആചാര്യൻ ഇവിടെ വരും, കേൾക്കാം. ഇവിടെ വന്നിരുന്നു. എന്നിട്ടോ അഹം ത്വാ സർവപാപേഭ്യോ. അപ്പൊ തോന്നും ഞാൻ എൻ്റെ ജോലിയിൽ, ഇപ്പൊ മിലിറ്ററിക്കാരൊക്കെ കൊല്ലണൂല്ലേ? കൊല്ലണത് പാപല്ലേ? ബ്രഹ്മഹത്യാ പാപല്ലേ? നമ്മൾ നടന്നു വരുമ്പോ എത്ര ചെറുജീവികളെ ചവിട്ടിക്കൊല്ലണു, വക്കീലന്മാര് തൂക്കിക്കൊല്ലണു, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിണ്ടാവും. അപ്പോ അഹം ത്വാ സർവപാപേഭ്യോ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും നശിപ്പിച്ച് കഴുകിക്കളയാൻ അഹം ഞാനിവിടെ ഉണ്ട്. മാ ശുച, നിങ്ങൾ ദുഃഖിക്കണ്ട. അഹം ത്വാ സർവപാപേഭ്യോ. പിന്നെ എന്താ വേണ്ടേ? മോക്ഷയിഷ്യാമി മാ ശുച, നിങ്ങൾക്ക് മോക്ഷം തരാൻ ഞാനിവിടെ ഉണ്ട്. എന്തേ വേണ്ടു? നിങ്ങൾ എന്നെ ഒന്ന് ആശ്രയിക്കുകയേ വേണ്ടു. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങും, 8 മണിക്കൂർ ജോലി ചെയ്യും, ബാക്കി 8 മണിക്കൂർ മുഴുവൻ എന്റർടൈൻമെന്റിന് പോവാതെ. 24 അല്ലേ? എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? സമയമില്ല ടീച്ചറെ, സമയമില്ല. അപ്പോൾ ഒരു 2 മണിക്കൂർ വേണം.